നമസ്കാരം. 2 മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 വർഷത്തെ വിദേശ സന്ദർശനത്തിനുള്ള ചാർട്ടേഡ് വിമാനങ്ങൾക്കായി ചെലവഴിച്ചത് 600 കോടിയോളം രൂപ. 2014 മെയ് 26 മുതൽ 2019 നവംബർ 15 വരെയുള്ള കണക്കാണിത്. 2021 മുതലുള്ള കണക്കുകൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ബജറ്റിൽ നിന്നാണ് പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിനുള്ള ചെലവുകൾ വഹിക്കുന്നത്. 2014-19 കാലയളവിൽ US, ചൈന, ഫ്രാൻസ്, റഷ്യ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ഉൾപ്പെടെ 59 യാത്രകളാണ് പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത്. ഡൽഹിയിലെ റാലിക്കിടെ പ്രസംഗിക്കുമ്പോൾ മോദിയുടെ പ്രസംഗം തടസ്സപ്പെട്ടത് അദ്ദേഹത്തിന്റെ ടെലിപ്രൊപ്പറേറ്ററിന് തകരാറ് സംഭവിച്ചതിനാലാണെന്ന് AAP. പ്രധാനമന്ത്രി ടെലിപ്രൊപ്പറേറ്ററിന്റെ സഹായത്തോടെയാണ് പ്രസംഗിക്കുന്നതെന്ന തങ്ങളുടെ ആരോപണം ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണെന്നും AAP ചൂണ്ടിക്കാട്ടി. രോഹിണിയിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു മോദിയുടെ പ്രസംഗം കുറച്ചു സമയം നിന്നുപോയത്. ഇതാണ് ആരോപണത്തിന് ഇടയാക്കിയത്. ഇതിന്റെ വീഡിയോയും AAP Xൽ പങ്കുവച്ചിട്ടുണ്ട്. പെരിയ ഇരട്ട കൊലപാതക കേസിൽ CBI കോടതി ശിക്ഷിച്ച പ്രതികളെ പള്ളിക്കുന്നിലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ള പ്രതികളെയാണ് ഞായറാഴ്ച വൈകിട്ട് 4-ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചത്. പ്രതികളെ സ്വീകരിക്കാൻ CPM പ്രവർത്തകർ ജയിലിനു മുന്നിൽ എത്തിയിരുന്നു. മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. പ്രതികളെ സ്വീകരിക്കാൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജനും ജയിലിനു മുന്നിൽ എത്തിയിരുന്നു. ഏഷ്യയിലെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരം ബംഗളൂരുവാണെന്ന് സ്വകാര്യ ഏജൻസിയുടെ പഠനം. 10 കിലോമീറ്റർ പിന്നിടാൻ ശരാശരി 28 മിനിറ്റ് 10 സെക്കൻഡ് വേണമെന്ന് നെതർലൻഡ്സ് ആസ്ഥാനമായുള്ള ലൊക്കേഷൻ ടെക്നോളജി കമ്പനിയായ ടോംടോം ട്രാഫിക് ഇൻഡെക്സ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഈ കണക്കു പ്രകാരം നഗരവാസികൾ ഒരു വർഷം 132 മണിക്കൂർ അധികമായി ഗതാഗതക്കുരുക്കിൽ പെടുന്നുണ്ട്. ജനസംഖ്യയും വാഹനങ്ങളുടെ എണ്ണവും ഓരോ ദിവസവും കൂടി വരുന്ന ബംഗളൂരുവിലെ ഗതാഗത സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഒരു ദിവസം 48 കോടി രൂപ ശമ്പളം കിട്ടുന്ന ജോലി. വാർഷിക ശമ്പളം 17,800 കോടി. ലോകത്തിലെ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന ഈ ഇന്ത്യക്കാരൻ ഇപ്പോൾ തൊഴിൽ മേഖലയിലും സംരംഭക മേഖലയിലും വലിയ ചർച്ചയാവുകയാണ്. സാങ്കേതിക രംഗത്ത് ഇന്ത്യൻ മികവിന്റെ ഉദാഹരണമായും ഈ ഹരിയാനക്കാരൻ ഉയർന്നു കഴിഞ്ഞു. കാലിഫോർണിയയിലെ സാൻജോസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്വാണ്ടം സ്കേപ്പ് ടെക്നോളജി കമ്പനിയുടെ CEO-യാണ് 52-കാരനായ ജഗദീപ് സിംഗ്. ഹരിയാനയിലെ അംബാലയിലാണ് സിംഗിന്റെ ജന്മസ്ഥലം. 5 പതിറ്റാണ്ടിലേറെയായി മലയാളത്തിന്റെ സ്വന്തം ഹാസ്യ സാമ്രാട്ടായി ജനലക്ഷങ്ങളെ പൊട്ടിച്ചിരിപ്പിച്ച ജഗതി ശ്രീകുമാർ വമ്പൻ തിരിച്ചുവരവിന് ഒരുങ്ങുന്നു. 2012-ലുണ്ടായ അപകടത്തെ തുടർന്ന് സിനിമകളിൽ സജീവമല്ലാത്ത അദ്ദേഹം വല എന്ന സിനിമയിലെ പ്രൊഫസർ അമ്പിളി എന്ന മുഴുനീള വേഷത്തിലൂടെയാണ് 2025-ൽ അതിഗംഭീര തിരിച്ചുവരവിന് ഒരുങ്ങുന്നത്. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ 73-ാം പിറന്നാൾ ദിനത്തിൽ സിനിമയിലെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.